മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന് കേരളം സമരഭരിതമായ യാത്രാമൊഴിയേകുകയാണ്. പാർട്ടി പ്രവർത്തകരുടെ ഇടമുറിയാത്ത മുദ്രാവാക്യം മുഴങ്ങുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ രാത്രി വൈകിയും അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി നിരവധി പേർ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം സൂക്ഷിച്ചിരിക്കുന്ന തിരുവനന്തപുരത്തെ മകൻ്റെ വസതിയിലേക്ക് എത്തുകയാണ്. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ ഇനി ഓർമ്മകളിൽ ജ്വലിക്കുന്ന നക്ഷത്രമാണ്. ജനകീയ സമരങ്ങളുടെ വീറുറ്റ മുദ്രാവാക്യങ്ങൾ അവശേഷിപ്പിച്ച് 102-ാം വയസ്സിൽ അദ്ദേഹം വിടവാങ്ങുന്നു. ടി.എസ്. ഹരികൃഷ്ണ വിവരങ്ങളുമായി. ഹരി, നാളെ രാവിലെ 9 മണിക്കാണ് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ പൊതുദർശനം ഇനി പുനരാരംഭിക്കുന്നത്. ഇപ്പോൾ മകൻ്റെ വസതിയിൽ കുന്നുകുഴിയിൽ വേലിക്കകത്ത് വീട്ടിൽ മൃതദേഹം എത്തിച്ചു. അതിന് പിന്നാലെ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി പരിമിതമായ സൗകര്യമായതുകൊണ്ട് ചില ക്രമീകരണങ്ങൾ, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയായിരുന്നു. ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുന്നുള്ള അവസരമുണ്ടോ? വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ പരിസരത്ത് ഉള്ളൂ. അതായത് നേരത്തെ ഉള്ള തിരക്ക് അങ്ങ് കുറയുന്നുണ്ട്. നേരത്തെ തന്നെ അറിയിച്ചിരുന്നല്ലോ, ഈ പൊതുദർശനം ഇവിടെ ഇല്ല എന്നുള്ള കാര്യം അറിയിച്ചിരുന്നത് കൊണ്ട് തന്നെ ആരും തന്നെ പുതുതായി ഇങ്ങോട്ട് വന്നിട്ടില്ല. തുടക്ക സമയത്തുണ്ടായിരുന്ന ആൾക്കാരും മൃതദേഹം കൊണ്ടുവന്ന സമയത്തുമുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ പകുതിയിലേറെ പേരും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ആ തിരക്ക് കണ്ടപ്പോൾ തന്നെ ആ കുന്നുകുഴി ജംഗ്ഷൻ്റെ ആ ഭാഗം മുതൽ വീട് വരെ നല്ല തിരക്കുണ്ടായിരുന്നു. ആ സമയത്ത് ഈ അർദ്ധരാത്രിയിൽ വി.എസിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി വന്നവർക്കായി പരിമിതമായ സ്ഥലത്ത് സൗകര്യമൊരുക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ വന്നവർക്കൊക്കെ അദ്ദേഹത്തെ വീട്ടിൽ കാണാൻ സാധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ പുതുതായി ആരും തന്നെ ഇങ്ങോട്ട് വരുന്നില്ല. അങ്ങനെ ഒരു അറിയിപ്പ് പാർട്ടി നേതൃത്വം കൊടുത്തത് കൊണ്ട് തന്നെ അതനുസരിക്കുകയാണ് എല്ലാവരും. വീട്ടിലെ ആ സ്ഥല പരിമിതിയും അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും കൂടുതൽ പേർ ഈ രാത്രിയിൽ ഇങ്ങോട്ടേക്ക് എത്താത്തത്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി, വി.എസിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യം വീട്ടുകാരും പോലീസുകാരും പാർട്ടി പ്രവർത്തകരും റെഡ് വോളണ്ടിയേഴ്സ് ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി വളരെ കുറച്ച് ആൾക്കാർ കൂടിയേ ഇവിടെ നിൽക്കുന്നവരിൽ കുറച്ചു പേർ കൂടി മാത്രമാണ് അദ്ദേഹത്തെ അകത്തേക്ക് കയറി കാണാൻ നിൽക്കുന്നതും കാണുന്നതും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ വീടിനുള്ളിൽ നിന്ന് ഓരോരുത്തരായി കണ്ട് അദ്ദേഹത്തെ കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പുറത്തും ഇതുപോലെ തന്നെയാണ്. നമുക്ക് വലിയ തിരക്ക്, നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു തിക്കും തിരക്കും ഉണ്ടായിരുന്നു, അതങ്ങ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ കുറച്ച് ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. നേരത്തെ മുദ്രാവാക്യം വിളിച്ച് നിരവധി പേർ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അവർക്കൊക്കെ അദ്ദേഹത്തെ കാണാനുള്ള അവസരം വീട്ടുകാർ ഒരുക്കി കൊടുത്തു. അവരൊക്കെ അദ്ദേഹത്തെ വീടിനകത്ത് കയറി ഒരു നോക്ക് കണ്ട് തിരിച്ചിറങ്ങുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് പോവുകയാണ്. നാളെ ഒരു 9 മണിയോട് കൂടിയാണ് ദർബാർ ഹാളിൽ പൊതുദർശന ചടങ്ങ് വച്ചിരിക്കുന്നത്. അതിന് 9 മണിക്ക് മുമ്പ് തന്നെ ഇവിടെ നിന്ന് മൃതദേഹം പുറത്തെടുത്ത് ദർബാർ ഹാളിലേക്ക് പോകും. ദർബാർ ഹാളിൽ പൊതുദർശനം വച്ചിരിക്കുന്നതുകൊണ്ട് എല്ലാവരോടും അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി, അവസാനമായി കാണുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് ദർബാർ ഹാളിലാണ് എത്താൻ പറഞ്ഞിരിക്കുന്നത്. അത് 9 മണിയോടെ ആരംഭിക്കുകയും ചെയ്യും. 9 മണിക്ക് ദർബാർ ഹാളിലെ പൊതുദർശനം ആരംഭിച്ചാൽ അത് 2 മണിവരെ ദർബാർ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും. 2 മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിലാപയാത്ര പുറപ്പെടുക. അതുവരെ വി.എസിനെ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കുകയും ചെയ്യും. എന്തായാലും ഇവിടുത്തെ ആ തിരക്കങ്ങ് മാറുകയാണ്. ഇനിയൊരു വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് അദ്ദേഹത്തെ കാണാനുള്ളത്. അത് കണ്ടിറങ്ങിയാൽ പിന്നെ ബന്ധുക്കളും മറ്റുമൊക്കെ ഇവിടെ എത്തി അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്.